കൊണ്ടും കൊടുത്തും ഡോക്ടർ കെ ടി ജലീൽ MLA-യും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിൽ പോരും. കെ ടി ജലീലിന്റെ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിന് മറുപടിയുമായി PK ഫിറോസ് രംഗത്ത് വന്നു. തൊട്ടുപിന്നാലെ മാധ്യമങ്ങളെ കണ്ട കെ ടി ജലീൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ PK ഫിറോസ് ശരിവെച്ചെന്ന് അവകാശവാദം ഉന്നയിച്ചു. സൈബർ ഇടങ്ങളിൽ തുടങ്ങിയ കെ ടി ജലീൽ PK ഫിറോസ് യുദ്ധം പുതിയ തലത്തിലേക്ക് കടന്നു. കെ ടി ജലീലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ PK ഫിറോസാണ് ഇന്നാദ്യം വാർത്താ സമ്മേളനം വിളിച്ചത്. ജലീൽ മന്ത്രിയായിരിക്കെ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും അത് കണ്ടുപിടിക്കാനുള്ള തന്റെ ശ്രമങ്ങളിൽ വിറളി പിടിച്ചാണ് കെ ടി ജലീലിന്റെ ആക്രമണമെന്ന വലിയ ആരോപണമാണ് PK ഫിറോസ് ആദ്യം തൊടുത്തുവിട്ടത്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും വൈകാതെ കെ ടി ജലീൽ വാർത്താ സമ്മേളനം വിളിച്ചു. തന്റെ ആരോപണങ്ങളെല്ലാം ഫിറോസ് ശരിവെക്കുകയാണെന്ന് ജലീൽ ആവർത്തിച്ചു പറഞ്ഞു. ദുബായിൽ 5.25 ലക്ഷം രൂപ ശമ്പളം നൽകുന്ന സ്ഥാപനത്തിന്റെ വിലാസം എന്തെന്ന ചോദ്യവും ഉന്നയിച്ചു. ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള, എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ PK ഫിറോസ്. തനിക്ക് ബിസിനസ് ഉണ്ടെന്ന PK ഫിറോസിന്റെ വെളിപ്പെടുത്തലിനെയും കെ ടി ജലീൽ വ്യാഖ്യാനിച്ചത് തന്റെ ആരോപണങ്ങളുടെ ശരിവെക്കലുകളായാണ്. 24 തിരുവനന്തപുരം, കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.